ഈ മനുഷ്യൻ കയ്യിൽ പറ്റിയ പെയിന്റ് തന്റെ ഷൂസിന്റെ വശങ്ങളിൽ തുടച്ചുമാറ്റി. അങ്ങനെയാണ് അഡിഡാസിന്റെ പ്രശസ്തമായ ക്ലാസിക് ലോഗോ ഉണ്ടായത്. വളരെ ചെറിയൊരു ഫാക്ടറിയിൽ വെറും 2 ആളുകളുമായിട്ടാണ് അഡിഡാസ് ആരംഭിച്ചത്, അനിയൻ ജാക്കും ജ്യേഷ്ഠൻ റൂഡിയും. ഷൂസുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലും അവ പരിഷ്കരിക്കുന്നതിലുമാണ് ജാക്ക് തന്റെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചത്. ഓരോ തവണ മാറ്റങ്ങൾ വരുത്തിയ ശേഷവും ഷൂസിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ അയാൾ തന്നെ നേരിട്ട് 10 കിലോമീറ്റർ ഓടുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച കായികതാരങ്ങൾ ഒരുനാൾ തന്റെ ഷൂസ് ധരിച്ച് ചാമ്പ്യന്മാരാകണം എന്നതായിരുന്നു അയാളുടെ സ്വപ്നം. മറുവശത്താകട്ടെ റൂഡി ഒരു യഥാർത്ഥ ബിസിനസ് പ്രതിഭയായിരുന്നു. PR കാര്യങ്ങളോ വിൽപ്പനയോ എന്തുമാകട്ടെ, അയാൾ അതെല്ലാം വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 200-ലധികം ജോഡി ഷൂസുകളാണ് അയാൾ വിറ്റഴിച്ചത്. തുടർന്ന് അയാൾ തൊഴിലാളികളെ നിയമിക്കുകയും പുതിയ യന്ത്രങ്ങൾ വാങ്ങുകയും ചെയ്തുകൊണ്ട് വൻതോതിൽ ഉൽപാദനം ആരംഭിച്ചു. എന്നാൽ ജാക്ക് അപ്പോഴും ആ ഷൂസുകളിൽ തൃപ്തനായിരുന്നില്ല. അതിന്റെ സോളുകൾ വളരെ കട്ടിയുള്ളതാണെന്ന് തോന്നിയതിനാൽ അയാൾ വീണ്ടും മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. പരീക്ഷണങ്ങൾക്കായി അവൻ തന്റെ ജ്യേഷ്ഠന്റെ കാറിന്റെ ടയറുകൾ വരെ ഊരിയെടുത്തു. എന്നാൽ ഈ മാറ്റങ്ങൾക്ക് ശേഷം വൻതോതിൽ ഷൂസുകൾ ആളുകൾ തിരികെ നൽകാൻ തുടങ്ങി. ഷൂസുകൾ വളരെ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നു എന്നായിരുന്നു ഉപഭോക്താക്കളുടെ പരാതി. ഇത് റൂഡിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. ജാക്ക് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ ഡിസൈനിൽ മാത്രമാണ് അമിതമായി ശ്രദ്ധിക്കുന്നതെന്ന് അയാൾ വാദിച്ചു. ജാക്കിന് ആ സത്യം അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. ബിസിനസ് വളർന്നതോടെ ജാക്കിന്റെ ബ്രാൻഡ് വളരെ പ്രശസ്തമായി മാറി. ജർമ്മനിയിലെ മിക്കവാറും എല്ലാ കായിക താരങ്ങളും അവരുടെ ഷൂസുകൾ ധരിക്കാൻ തുടങ്ങി. വാർഷിക വിൽപ്പന 20 ലക്ഷം ജോഡികൾ കടക്കുകയും ആ പ്രദേശത്തെ ഏറ്റവും വലിയ കമ്പനിയായി അത് മാറുകയും ചെയ്തു. എന്നാൽ ഇതേ സമയത്താണ് ഇരു സഹോദരന്മാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും തുടക്കമായത്.